അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ഇതിൽ ആദ്യം പഠിക്കാനുള്ളതാണ് പ്രിൻസിപ്പൽ വാല്യൂ. പ്രിൻസിപ്പൽ വാല്യൂ പ്രിൻസിപ്പൽ വാല്യൂ അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം സൈൻ 30 എന്ന് പറയുന്നത് എന്താ വരിക? സൈൻ 30 അത് റേഡിയനിലായിക്കോട്ടെ. സൈൻ 30 എന്ന് പറഞ്ഞാൽ സൈൻ π/6 എത്രയാണ് വരിക? 1/2 അല്ലേ? അപ്പം ഞാൻ പറയാം സൈൻ ഇൻവേഴ്സ് 1/2 എന്താ വരിക? ഈസ് ഈക്വൽ ടു π/6. ക്ലിയർ ആയോ? ഇനി സൈൻ 150 നിങ്ങളൊന്ന് എടുത്ത് നോക്ക്. സൈൻ 150 എന്ന് പറഞ്ഞാൽ എന്താ വരിക? സൈൻ 150 ഇൻറ്റു π/180. സൈൻ 150 ഇൻറ്റു π/180. ഇതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? സൈൻ കോമൺ ആയിട്ട് ആരാളുള്ള 3 അല്ലേ? 5π/6. ഇതിൻ്റെ വാല്യൂ എത്രയാണ് വരിക? 1/2 ആണ് വരിക അല്ലേ? അപ്പം ഇപ്പം സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ വരിക? 5π/6 വരൂലേ? കാരണം സൈൻ 5π/6 എന്ന് പറയുന്നത് എന്താ വരുന്നത്? 1/2 ആണ് അല്ലേ? അപ്പം നമ്മൾ ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടിയെന്ന് വിചാരിച്ചു. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഒരു വൈ അല്ലേ? അപ്പം ഒരേ എക്സിന് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈ കിട്ടാൻ പാടില്ല. അപ്പോൾ അത് ഫംഗ്ഷൻ്റെ റൂളിനെതിരായിരിക്കും അല്ലേ? അതായത് നിങ്ങളിപ്പോൾ എക്സിനൊരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടരുത്. ഇപ്പോൾ എഫ് ഓഫ് 1 ഈക്വൽ ടു 2, എഫ് ഓഫ് 3 ഈക്വൽ ടു 2 അത് പോസിബിളാണ്. കാരണം 2 ഡിഫറെൻറ്റ് വാല്യൂവിന് ഒരേ വാല്യൂ ആവാം. പക്ഷെ എഫ് ഓഫ് 2 ഈക്വൽ ടു 3യും എഫ് ഓഫ് 2 ഈക്വൽ ടു 7ഉം ഇതെന്തല്ല, ഇങ്ങനത്തെ കേസ് ഫംഗ്ഷനിൽ പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങളൊരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നോക്ക്, ഈ സൈൻ ഇൻവേഴ്സ് എക്സ് ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് എടുത്തോ നിങ്ങളെ ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ എഫ് ഓഫ് 1/2 ഞാൻ ഇട്ട് കൊടുത്താൽ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് 1/2 അല്ലേ? സൈൻ ഇൻവേഴ്സ് 1/2ന് ഇപ്പം എത്ര വാല്യൂ കിട്ടി? ഒന്ന് π/6 എന്നും കിട്ടി, ഒന്ന് 5π/6 എന്നും കിട്ടി അല്ലേ? അപ്പം അത് പോസിബിൾ അല്ല. അപ്പം നമ്മൾ ഒരു പ്രത്യേക റേഞ്ച് എടുക്കണം അല്ലേ? ഒരു പ്രത്യേക റേഞ്ച് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ 5π/6നെ ഒരു പ്രത്യേക റേഞ്ച് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ 5π/6നെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം ഞാൻ പറയും പ്രിൻസിപ്പൽ ഈ സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു π/6 ഇല്ലേ? ഈ π/6നെയാണ് നമ്മൾ എന്ത് പറയാ? പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയാം. പ്രിൻസിപ്പൽ വാല്യൂ അല്ലെ? പ്രിൻസിപ്പൽ വാല്യൂ. അപ്പൊ പ്രിൻസിപ്പൽ വാല്യൂ ആവുന്ന സമയത്ത് 5π/6ഉം പ്രിൻസിപ്പൽ വാല്യൂ ആവില്ലേ? അതുകൊണ്ട് അന്നേരം അത് ഫംഗ്ഷൻ ആവില്ല. അതിന് വേണ്ടിയിട്ട് ഞാനൊരു റേഞ്ച് ഇട്ട് കൊടുക്കും അല്ലെ? പ്രിൻസിപ്പൽ വാല്യൂ അത് സൈനിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -π/2 മുതൽ π/2 വരെ. അതാണ് ആ റേഞ്ച് വരുന്നത്. സൈനിന്റെ റേഞ്ചാണ് -π/2 മുതൽ π/2 വരെ. ക്ലിയർ ആയോ? ഇനി അത് ഓരോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഓരോന്നാണ്. അപ്പം നമുക്ക് ഓരോന്ന് എഴുതാം. റേഞ്ച് ഓഫ് ഫങ്ഷൻസ്. അപ്പം സൈൻ ഇൻവേഴ്സിന് വരുന്നതാണ് ഇപ്പം നമ്മൾ എഴുതിയത് -π/2 മുതൽ π/2 വരെ. കോസ് ഇൻവേഴ്സിന് വരുന്നത് 0 to π വരെ അല്ലേ? പിന്നെ ടാൻ ഇൻവേഴ്സിന് വരുന്നത് tan inverse സൈനിന്റെ അതേ സെയിം -π/2, π/2.
പിന്നെ ഒരു കേസും കൂടി ഉണ്ട്, ടാൻ എന്താവാൻ പാടില്ല, 0 ആവാനും പാടില്ല. ക്ലിയർ ആയോ? ഇനി സൈനിന്റെ ഇൻവേഴ്സ് അല്ലേ എന്ത്, കൊസീക്ക്. കൊസീക്ക് ഇൻവേഴ്സിന്റെ റേഞ്ച് എന്താ വരുന്നത്? കൊസീക്ക് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ സൈനിന്റെ അതേ റേഞ്ച് തന്നെയാണ് വരിക. പക്ഷെ കൊസീക്കിന് എന്ത് ആവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. കാരണം 1/sin0 എന്തല്ല, ഡിഫൈൻഡ് അല്ല അല്ലേ. പിന്നെ കോസിന്റെ എന്താ വരിക, സീക്ക് ഇൻവേഴ്സ്. സീക്കിന്റെ എന്താ വരിക, 0 to π തന്നെ അല്ലേ. പക്ഷെ എന്ത് പാടില്ല, π/2 പാടില്ല. കാരണം സീക്ക് തന്നെ 1/cos ആ. അപ്പോൾ 1/cos 90 തന്നെ 1/0, അത് ഡിഫൈൻഡ് അല്ല. ടാനിൻ്റെത് ഇൻവേഴ്സ് വരുന്നത് കോട്ട്, അതിൻ്റെതും എന്താ വരിക, 0 to π. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ റേഞ്ച്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. Find the principal value of the following. ഓരോന്നോരോന്ന് ചെയ്യാം. ഫസ്റ്റ് വണ്ണാണ് സൈൻ ഇൻവേഴ്സ് 1/√2 അല്ലേ. അപ്പം നിങ്ങൾ നോക്കേണ്ട സൈനിൻ്റെ റേഞ്ച് എവിടെയാണ് കിടക്കുന്നത്, -π/2 മുതൽ π/2 വരെ അല്ലേ. ഈ റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്തു നോക്ക്. സൈൻ π/4 അല്ലേ എന്ത് വരിക, 1/√2 ഇംപ്ലൈസ് പ്രിൻസിപ്പൽ വാല്യൂ എത്രയാണ് വരിക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, π/4. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ എത്രയാണ് വരിക, π/4. ക്ലിയർ ആയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കോട്ട് ഇൻവേഴ്സ് -1/√3 അല്ലേ. അപ്പം നിങ്ങൾ നോക്കേണ്ടത് കോട്ടിൻ്റെ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ കോട്ട് 60 അല്ല, അതായത് കോട്ട് π/3 ആണ് എന്ത് വരിക, 1/√3 എന്ന് വരിക അല്ലേ. കോട്ട് 60 ആണ് എന്ത് വരിക, 1/√3 എന്ന് വരിക. അപ്പോൾ കോട്ടിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ ഇൻ്റർവെൽ എന്താ, 0 to π അല്ലേ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് 0 to π എന്ന് പറയുമ്പോൾ 0 മുതൽ π/2 വരെ ഉണ്ട്, പിന്നെ π/2 മുതൽ π വരെ ഉണ്ട് അല്ലേ. ഈ ഇൻ്റർവെല്ലിൽ കോട്ട് പോസിറ്റീവാണ്, അപ്പോൾ അവിടെ വരില്ല. നമ്മളപ്പോൾ ഈ ഇൻ്റർവെല്ലാണ് എടുക്കേണ്ടത്, മൈനസ് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. കോട്ട് 180 - 60 അല്ലേ. അതായത് കോട്ട് 180 നമ്മൾ എങ്ങനെ എഴുതുക, π - π/3. കോട്ട് 180 - 60 എന്താ വരിക, -കോട്ട് 60 അല്ലേ വരിക. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോട്ടും ടാനും നെഗറ്റീവാണ്, അതായത് -കോട്ട് π/3. π അല്ല 2π/3. π - π/3 തന്നെ 2π/3 അല്ലേ. അപ്പം ഇതെന്ത് വരും, -കോട്ട് 60 എന്ന് അറിയൂ. ഇത് എത്രയാണ് വരിക, -1/√3 അല്ലേ. അപ്പം എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് കിട്ടുന്നത്, 180 - 60 അല്ലേ. അപ്പോൾ അതാണ് പ്രിൻസിപ്പൽ വാല്യൂ വരിക. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ എന്താ വരിക, നമ്മൾ റേഡിയനിൽ പറയണം, അത്ര വരിക 2π/3. 2π/3. 180 - 60 ചെയ്യുമ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടുക, -1/√3 കിട്ടുക അല്ലേ. അപ്പം അത് 180 - 60 തന്നെ ഈ റേഞ്ചിലുള്ളതല്ലേ, 90 to 180. അപ്പോൾ 2π/3 ആണ് അതിൻ്റെ എന്ത് വരിക, പ്രിൻസിപ്പൽ വാല്യൂ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. തേർഡ് വൺ. സൈൻ ഇൻവേഴ്സ് 1/2 അല്ലേ. ഇത് സിമ്പിളാണ്. സൈൻ ഏതാണ്, സൈൻ 30 ആണ്. സൈൻ π/6 ആണ് 1/2 അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ എത്ര വരിക, π/6. ക്ലിയർ ആയോ?
ഫോർത്ത് വണ്ണ് നോക്ക്. കോസ് ഇൻവേഴ്സ് -1/2. കോസ് ഇൻവേഴ്സ് 1/2. അപ്പോൾ കോസിൻ്റെ നോക്ക് 0 മുതൽ പൈ വരെ. കോസ് നെഗറ്റീവ് ആകുന്നത് എത്രയാ? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നെഗറ്റീവ് ആവുക. അപ്പോൾ കോസ് 180 മൈനസ് 60 ഇതെന്താ വരിക? മൈനസ് കോസ് 60 അല്ലേ? ഇത് നമ്മൾ എഴുതുമ്പോൾ എന്താ വരിക? കോസ് റേഡിയനിൽ പൈ മൈനസ് π/3 ഈക്വൽ ടു മൈനസ് കോസ് 60 എന്ന് പറഞ്ഞാൽ എത്രയാ? -1/2. അപ്പോൾ കോസ് ഓഫ് ഇത് എത്രയാ വരിക? 2π/3 ആണ് എന്ത് വരിക? -1/2 അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ വരിക? 2π/3. ക്ലിയർ ആയില്ലേ? ഇനി ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് -1 അല്ലേ? ടാനിൻ്റെ എന്താ നോക്ക്? -π/2 മുതൽ π/2 വരെ അല്ലേ? അപ്പോൾ ഈ ഇൻ്റർവെൽ ഒന്നും കൂടി നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? -π/2 മുതൽ 0, പിന്നെ 0 മുതൽ π/2 വരെ, അങ്ങനെയല്ലേ വരിക? അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ടാൻ പോസിറ്റീവാണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ പോസിബിൾ ആവുള്ളൂ, ടാൻ നെഗറ്റീവ് ആവുള്ളൂ. അപ്പോൾ ടാൻ നെഗറ്റീവ് ഇപ്പം നോക്ക്. ടാൻ -π/4. ടാൻ -π/4 എന്ന് പറഞ്ഞാൽ എന്താ? -tan π/4 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ടാൻ π/4 എത്രയാണ്? 1. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എത്രയാണ് വരിക? -π/4. ക്ലിയർ ആയോ? ഇനി അടുത്ത് നോക്ക്. ടാൻ ഇൻവേഴ്സ് -√3. ടാൻ ഇൻവേഴ്സ് -√3 അല്ലേ? അതും എന്താ? ഈ ഇൻ്റർവെല്ലിലാണ് വരിക, -π/2. അപ്പോൾ ടാൻ √3 ആവുന്ന എത്രയാ? ടാൻ -60 ഈക്വൽ ടു -tan 60 അല്ല. ഇത് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡിഗ്രിയിൽ എഴുതുന്നത്. നിങ്ങൾ ഡിഗ്രിയിൽ എഴുതരുത്. അപ്പം ഇത് എത്രയാണ് വരിക? ടാൻ -60 ഈക്വൽ ടു -√3. അപ്പം അതിൻ്റെ വാല്യൂ എത്രയാ? -60. -60 നമ്മൾ എങ്ങനെ എഴുതുക? -π/3. അതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ വരിക. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് നോക്ക്. കൊസീക്ക് 2 എന്ന് എഴുതുക. എത്രയാ? ക്വസ്റ്റ്യൻ നമ്പർ തൽക്കാലം ഇപ്പോൾ 8 എന്നിട്ടാവും. കൊസീക്ക് ഇൻവേഴ്സ് 2 അല്ലേ? കൊസീക്ക് 2 ആവുന്നത് അതിനെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കൊസീക്കിൻ്റെ റെസിപ്രോക്കൽ എന്താ? സൈന്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതിയാലും മതി. കൊസീക്ക് ഇൻവേഴ്സ് 2 കണ്ടുപിടിക്കുന്നതിന് പകരം സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാലും മതി. എത്രയാണ് വരിക അത്? സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ 1/2 ആവുന്ന എപ്പോഴാണ് നോക്ക്? സൈൻ 30 ഇസ് ഈക്വൽ ടു 1/2 അല്ലേ? അതായത് സൈൻ π/6 ആണ് എന്ത് വരുന്നത്? 1/2. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്താ വരിക? π/6. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് കുറച്ചും കൂടി അഡീഷണൽ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് find the principal values of the following. First one, tan inverse √3 minus cot inverse minus √3. അപ്പോൾ ടാൻ പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ്? ഇത് രണ്ടിൻ്റെ ഇൻ്റർവെൽ എത്രയാ? -π/2 to π/2. രണ്ടിൻ്റെ അല്ല, ടാനിൻ്റെ. അപ്പോൾ ടാന് പ്ലസ് ആവുന്ന എത്രയാ? പോസിറ്റീവ്. അപ്പോൾ ടാൻ √3ൻ്റെ എത്രയാണ് വരിക?
ടാൻ 60 ആണ് എന്ത് വരിക √3, അതായത് ടാൻ π/3 അല്ലേ. അപ്പോൾ ഇവിടെ π/3 മൈനസ് കോട്ടിൻ്റെ എത്രയാണ് നോക്ക്. കോട്ടിൻ്റെ വാല്യൂ 0 to π അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരിക്കലും അത് പോസിബിൾ അല്ല അല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് പറഞ്ഞാൽ അപ്പോൾ 0 to π/2 പിന്നെ π/2 to π. അപ്പോൾ ഇതിൽ നെഗറ്റീവാണ് വരിക, അപ്പോൾ ഇതിലല്ല പോസിറ്റീവ് വരിക. ഇനി കോട്ടിൻ്റെത് എങ്ങനെയാണ് ചെയ്യാൻ നോക്ക്. കോട്ട് 180 മൈനസ് 30 എന്ന് പറയുന്നത് എത്രയാ? കോട്ട് π മൈനസ് π/6 ഈക്വൽ ടു ഇത് എത്ര വരിക? കോട്ട് 180 മൈനസ് 30 എത്രയാണ് വരുന്നത്? നമ്മൾ ചെയ്യുമ്പോൾ മൈനസ് കോട്ട് 30 എന്നല്ല എഴുതുക. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചല്ലേ. കോട്ട് അല്ലെങ്കിൽ ടാൻ 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് ടാൻ തീറ്റ. സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ, കാരണം സൈന് പോസിറ്റീവാണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ. അപ്പം മൈനസ് ഇതെന്താ വരിക? കോട്ട് 30 എന്ന് പറയുന്നത് √3, അതായത് കോട്ട് 5π/6 ഈക്വൽ ടു മൈനസ് √3 അല്ലേ. അപ്പം ഇതിൻ്റെ എന്താ വരിക? കോട്ടിൻ്റെത് 5π/6. ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്താ വരിക? 2π/6 മൈനസ് 5π/6 ഈസ് ഈക്വൽ ടു 2π മൈനസ് 5π ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു മൈനസ് 3π ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു എത്ര വരിക? മൈനസ് π/2. അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എത്ര വരിക? മൈനസ് π/2. ക്ലിയർ ആയോ? ഇനി ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അടുത്തത് നോക്ക്. അടുത്ത ചോദ്യം ഇതാണ്. ഇവാലുവേറ്റ് cot π/2 മൈനസ് 2 cot ഇൻവേഴ്സ് √3. ഇതെങ്ങനെയാണ് ചെയ്യാനോ? ഇപ്പം നോക്ക്. കോട്ട് π/2 മൈനസ് 2 ഇൻറ്റു കോട്ട് ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ എന്താ വരിക? കോട്ട് ഇൻവേഴ്സ് √3, അതായത് കോട്ട് എന്ത് ചെയ്യുമ്പോഴാണ് √3 കിട്ടുന്നത്? കോട്ട് 30 ചെയ്യുമ്പോൾ, അതായത് π/6 അല്ലേ. ഇപ്പം 2 ഇൻറ്റു π/6. ഇത് സിമ്പിൾ അതിനെ കൊണ്ടാട്ടോ ഞാൻ ചെയ്യാത്തത്. കോട്ട് ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ π/6 3 ആണ് കേട്ടോ ഇത്. അപ്പം എന്താ വരിക? കോട്ട് ഓഫ് π/2 മൈനസ് π/3 ഈക്വൽ ടു കോട്ട് ഓഫ് ഇതെന്താ വരിക? 3π മൈനസ് 2π ഡിവൈഡഡ് ബൈ 6. അപ്പോൾ കോട്ട് എന്താ വരിക? 3π മൈനസ് 2π എന്ന് പറഞ്ഞാൽ π/6 അല്ലേ. കോട്ട് π/6 പറഞ്ഞാൽ എന്താ വരിക? കോട്ട് 30. കോട്ട് 30 എന്ന് പറഞ്ഞാൽ എത്ര വരിക? √3. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് √3/2 പ്ലസ് കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കോസ് ഇൻവേഴ്സ് √3/2 നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം. കോസ് 30 ആണെന്ത് വരുന്നത്? √3/2, അതായത് π/6 പ്ലസ് ഇത് നോക്കണം. കോസിൻ്റെ നോക്ക് 0 to π അല്ലേ കോസ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലല്ലേ കോസ് നെഗറ്റീവ് വരിക
ഇപ്പോൾ കോസ് 180 മൈനസ് 60 എന്ന് പറയുന്നത് എന്താ വരിക? മൈനസ് കോസ് 60 അല്ലേ? സെക്കൻഡ് ക്വാഡ്രന്റിലായതിനെ കൊണ്ട് കോസ് നെഗറ്റീവ്, അതുകൊണ്ട് മൈനസ് കോസ് 60. ഇത് റേഡിയനിൽ എഴുതുമ്പോൾ എന്ത് വരും? പൈ മൈനസ് പൈ ബൈ 3 ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 1/2. ഇപ്പം കോസ് എന്ത് വരും? 3π മൈനസ് പൈ 2π/3 ആണ് എന്ത് വരിക? മൈനസ് 1/2 അല്ലേ? അപ്പം നമ്മൾ അതിവിടെ ചെയ്യുന്ന സമയത്ത് പ്ലസ് 2π/3 ഈസ് ഈക്വൽ ടു π/6 പ്ലസ് മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4π/6 ഈക്വൽ ടു പൈ പ്ലസ് 4π എന്താ വരിക? 5π/6. ക്ലിയർ ആയോ? അതാണ് അതിൻ്റെ വാല്യൂ വരിക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. Eighth one. Write the principal value of tan inverse 1 plus cos inverse minus 1/2 അല്ലേ? ടാൻ ഇൻവേഴ്സ് 1 എന്താ വരിക? π/4 പ്ലസ് കോസ് ഇൻവേഴ്സ് നമ്മൾ എന്താ വരിക? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താ വരിക? കോസ് 180 നേരത്തെ ചെയ്തിട്ടേ ഉള്ളൂ. കോസ് 180 മൈനസ് 6 ആണ് എന്ത് വരിക? മൈനസ് കോസ് 60 വരിക അല്ലേ? ഇത് എത്രയാണ് വരിക? 180 മൈനസ് 60 എന്ന് പറയുന്നത് പൈ മൈനസ് π/3, ഇപ്പം 2π/3, അപ്പോൾ പ്ലസ് 2π/3 അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 3π പ്ലസ് 4 ഇൻറ്റു 2π എന്ന് പറയുമ്പോൾ 8π ഡിവൈഡഡ് ബൈ 12. അപ്പോൾ 11π ഡിവൈഡഡ് ബൈ 12. അതാണ് അതിൻ്റെ ആൻസർ വരിക. ക്ലിയർ ആയോ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. Evaluate tan of 2 tan inverse 1/5. Tan of 2 tan inverse 1/5 അല്ലേ? ഇത് ചെയ്യുന്നതിന് ഇതിപ്പം ചെയ്യാനായിട്ടില്ല. അത് നമ്മളൊരു പ്രോപ്പർട്ടിയും കൂടി പറയാനുണ്ട്. തൽക്കാലം ഈ പ്രോബ്ലം വെക്കട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Write the principal value of tan inverse sin inverse minus π/2 അല്ലേ? ഈ ഉള്ളിൽ നിന്ന് നമ്മൾ ഏറ്റവും ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തു വരാം. അപ്പോൾ സൈൻ ഓഫ് മൈനസ് π/2 എന്ന് പറയുന്നത് എന്താ വരിക? മൈനസ് സൈൻ π/2 ആണ്. കാരണം സൈൻ ഒരു ഓഡ് ഫങ്ഷനാണ്. എന്താ വരിക? മൈനസ് 1 വരിക. അതായത് സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താ വരിക? മൈനസ് സൈൻ തീറ്റയാണ്. ഈ ഒരു പ്രോപ്പർട്ടി ഓർത്ത് വെച്ചോ. ടാൻ ഇൻവേഴ്സ് സൈൻ ഓഫ് മൈനസ് π/2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് എന്ത് വരും? -1. ടാന് പിന്നെ നെഗറ്റീവ് ആകുന്ന ഏതൊക്കെയാ? മൈനസ് π/2 മുതൽ π/2 ആണ് ടാനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ ഇൻട്രവല്. അപ്പോൾ മൈനസ് π/2 ടു എന്താ ഏത് ഇൻട്രവലിലായിരിക്കും വരിക? മൈനസ് π/2 മുതൽ 0 വരെയാണ് എന്ത് വരിക? ടാന് നെഗറ്റീവായി വരിക. അപ്പം എന്താ വരിക? ടാൻ മൈനസ് π/4 ആണ് എന്ത് വരിക? ടാൻ മൈനസ് π/4 ആണ് എന്ത് വരിക? -1 വരിക അല്ലേ? അപ്പോൾ ഇതിൻ്റെ അത് പ്രിൻസിപ്പൽ വാല്യൂ എത്ര വരിക? -π/4. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് എന്ത് വരിക? -π/4. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്.
evaluate tan inverse root 3 minus sec inverse minus 2 അല്ലേ? അപ്പോൾ ടാൻ റൂട്ട് 3നെ നമ്മൾ കണ്ടുപിടിച്ചു. ടാൻ റൂട്ട് 3 എത്രയാണ് വരിക? ടാൻ 60, അപ്പോൾ π/3 മൈനസ് സീക്ക് ഇൻവേഴ്സ് മൈനസ് 2ന് പകരം എന്തെടുത്താൽ മതി? കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 എടുത്താൽ മതി. കാരണം കോസിൻ്റെ മറ്റേ കോസ് എക്സിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക് എക്സ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് മൈനസ്, അപ്പോൾ കോസ് എവിടെയാണ് നെഗറ്റീവ് വരുന്നത്? കോസ് 180 മൈനസ് 60 അതല്ലേ മൈനസ് കോസ് 60 വരുന്നത് അല്ലേ? കോസ് 180 മൈനസ് 60 എന്ന് പറഞ്ഞാൽ കോസ് പൈ മൈനസ് π/3. ഇതാണ് എന്തിന്? കോസ് 60 മൈനസ് 1/2. അപ്പോൾ കോസ് ഓഫ് 2π/3 ആണ് എന്ത് വരുന്നത്? 1/2 മൈനസ് 1/2. അപ്പോൾ ഇതെന്താ വരിക? മൈനസ് ഓഫ് 2π/3. ഇത് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? പൈ മൈനസ് 2π ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു മൈനസ് π/3. ക്ലിയർ ആയോ? അതാണ് വരിക. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മളെ ഫസ്റ്റ് എക്സസൈസിലുള്ളത്. പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ക്ലിയർ ആയോ? ഇനിയിപ്പം വേറെ ഏതെങ്കിലും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നോക്ക്, വേറൊരു ക്വസ്റ്റ്യൻ ആണ്. യൂസ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് കോസ് 13π/6. കോസ് ഇൻവേഴ്സ് കോസ് 13π/6. cos 13π/6. ഇതെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ കോസ് 13π/6 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? കോസ് ഓഫ് നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ? 2π പ്ലസ് π/6 എഴുതിക്കൂടെ? കോസ് 2π പ്ലസ് π/6 എന്താ വരിക? കോസ് π/6. കാരണം 360ൻ്റെ കൂടെ എന്താ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 360 ക്യാൻസൽ ആവും അല്ലേ? π/6. അപ്പോൾ ഇതിന് പകരം എന്ത് എഴുതിയാൽ മതി? കോസ് ഇൻവേഴ്സ് കോസ് π/6 അല്ലേ? കോസ് ഇൻവേഴ്സ് കോസ് π/6 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഒരു റൂൾ ഉണ്ട് കേട്ടോ. കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക? തീറ്റയാണ് വരിക. ഇഫ് തീറ്റ എന്തിൻ്റെ തീറ്റ ബിലോങ്സ് ടു എന്തായിരിക്കണം? 0π അതായിരിക്കണം അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് എഴുതാം? π/6 എഴുതാം. അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് π/6 തന്നെയല്ല കോസ് ഇൻവേഴ്സ് എന്താ വരിക? കോസ് ഇൻവേഴ്സ് എന്താ വരിക? കോസ് ഇൻവേഴ്സ് π/6 എന്ന് പറഞ്ഞാൽ 30, അതായത് √3/2. അപ്പോൾ കോസ് ഇൻവേഴ്സ് √3/2 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ എത്രയാണ് വരിക? π/6 വരിക. ക്ലിയർ ആയോ?